ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹുമാനായ സാദിഖ് അലി, മുദ്രാവാക്യം നിർത്തണം. പ്രിയങ്കരനായ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാർത്താ മാധ്യമ പ്രതിനിധികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ അവിടെ ഇരുന്നാ മതി. ഫോട്ടോ പിന്നെടുക്കാം. അവിടെ ഇരുന്നാ മതി. നമ്മുടെ വിശിഷ്ട അതിഥികള് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. KPCC പോലെ തന്നെ ശ്രീ MP വീരേന്ദ്രകുമാർ, ശ്രീ രാഘവൻ ഇനി സംസാരിക്കാനുണ്ട്. അവിടെ ഇരുന്നാ മതി. നിങ്ങൾ സംസാരമൊക്കെ നിർത്തിയാൽ മതി. എന്നിട്ട് അവിടെ ഇരുന്നാ മതി. വളണ്ടിയർമാർ നീ നിയന്ത്രിക്കേണ്ട, അവർ ഇരുന്നോളും. നമ്മുടെ ശ്രീ രാഘവൻ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രഖ്യാപനം ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. അതായത് വളരെ കാലം ഇവിടെ പ്രവർത്തിച്ചിരുന്ന INL ബഹുമാനായ സേഠ് സാഹിബ് ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മുടെ പ്രിയങ്കരനായിരുന്ന, നമ്മളേവരും ബഹുമാനിച്ചിരുന്ന, ജീവനതുല്യം കരുതിയിരുന്ന സേഠ് സാഹിബ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾ, അതുപോലെ തന്നെ INL നേതാക്കന്മാരൊക്കെ വേദിയിൽ വന്നുകൊണ്ട് ഇന്ന് മുസ്ലിം ലീഗിൽ ലയിക്കുന്നതായി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു കാലഘട്ടത്തിന്റെ പര്യവസാനമാണ്. ചെറിയ സംഭവമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്ന് സ്വർണലിപികളാൽ എഴുതേണ്ട മറ്റൊരധ്യായം കൂടി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനത്തോടുകൂടി ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ സംഭവം നമുക്കൊക്കെ അറിയാലോ. ആ ഭിന്നിപ്പിന്റെ, വേർപാടിന്റെ, ആ പോരാട്ടത്തിന്റെ, ആ വാഗ്വാദങ്ങളുടെ, ആ വിമർശനങ്ങളുടെ ആ ചാപ്റ്റർ ക്ലോസ്ഡ്. അത് അവസാനിച്ചിരിക്കുന്നു. INL അധ്യായം സേഠ് സാഹിബിന് ശേഷം ഇപ്പോ നമ്മളിൽ ലയിച്ചിരിക്കുന്നു. നമ്മുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. ശത്രുക്കൾ കാത്തിരുന്നോളാം, ഞങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. വേദിയിൽ പലരുമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയിരിപ്പുണ്ട്. അദ്ദേഹം സ്വാഗതം ചെയ്ത് ഈ മുന്നണിയിലേക്ക് വന്ന ആളാണ്. ശ്രീ വീരേന്ദ്രകുമാർ, അത് നമ്മുടെ അഡീഷണൽ ശക്തിയാണ്. പിന്നെയും ഇതാ നമ്മുടെ ശ്രീ ബഹുമാനായ മഞ്ഞളാംകുഴി അലി. ഒരു കാലത്ത് ഈ അലി എന്ത് പുലിയായിരുന്നു എന്ന് നമുക്കറിയാലോ. നമ്മളെ കൂടെ ശരി വേദിയിൽ അങ്ങനെ പലരുണ്ട്. നമ്മുടെ ഛർദിച്ച ശക്തി ഇനിയും ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പില് ഇപ്പോ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു അവതാരകൻ ഇറങ്ങുന്നുണ്ടത്രേ. ഡൽഹിയിൽ നിന്ന് ഇവിടെ അയക്കുന്നുണ്ട് എന്ന് ശ്രീ അച്യുതാനന്ദൻ പറയുന്നത് കേട്ടാ തോന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റും നടന്നപ്പോ അച്യുതാനന്ദൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ല. ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഊതി വീർപ്പിച്ചങ്ങ് വെക്കുകയാണ്. ആ ഊതി വീർപ്പിക്കലൊന്നും ആവശ്യമില്ല. 5 കൊല്ലം ജനങ്ങൾക്കൊന്നും ചെയ്യാതെ അവസാന കാലത്ത്
അവസാനങ്ങട്ട് വന്ന് രണ്ട് പൊടിക്കൈ പ്രയോഗിച്ച് രക്ഷപ്പെട്ട് കളയാം എന്നാണ് കരുതിയതെങ്കിൽ നടക്കൂലെന്നിപ്പോ മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്ന ജനങ്ങളെ കണ്ടാ മനസ്സിലാകുന്നില്ലേ? ഇവരെ മനസ്സ് ചെറുതായിട്ടൊന്ന് വേദനിച്ചിരിക്കുകയാണ്. ബഹുമാനായ ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞു, ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഞാനെന്ന ഒരു വ്യക്തിയില്ല. എന്റെ സ്ഥാനത്ത് ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും, ആരെങ്കിലും ആവട്ടെ. ഇവിടെ പ്രശ്നം ഈ മർദ്ദിത ജനകോടികളുടെ, പിന്നോക്കക്കാരുടെ, അവസരജനവിഭാഗങ്ങളുടെ പടയണി, ഈ മതിൽക്കെട്ട് ഒന്ന് പൊളിക്കുക എന്നുള്ളതാണ് അജണ്ട. അതെന്തൊരു സ്വപ്നാണ് ഇവർക്ക്, അതെന്തൊരു ആഹ്ലാദമാണ് ഇവർക്ക്. ഈ പടയണി ഒന്ന് പൊളിക്കണം, ഈ പാർട്ടി ഒന്ന് തകർക്കണം. എത്ര കാലമായി ഈ ഡ്രീം, ഈ സ്വപ്നം ഇവർ കൊണ്ടുനടക്കണം. ആരൊക്കെ ഇതിന് മോഹിച്ചു നിങ്ങൾക്കറിയാലോ? അവർ പടുത്തുയർത്തി ഉണ്ടാക്കി, അവർ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവന്ന് എത്ര അടവുകൾ പയറ്റി 18 അടവും പമ്പരം പാച്ചിലും കഴിഞ്ഞാലും ഈ ഹരിത പതാകയെ തൊടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന്. ഇപ്പൊ ബഹുമാനായ വീരേന്ദ്രകുമാർജി ഇവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, എന്നോട് വേദനിക്കണ്ടെന്ന്. ഞാൻ പൊതുജീവിതം തുടങ്ങിയതാണ് ഈ ഏർപ്പാട്. മലപ്പുറം വെടിവെപ്പ് തൊട്ട് അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി എന്നെ കൊലക്കേസിൽ, അന്ന് വെടിവെപ്പിൽ ഒരു പോലീസുകാരൻ മരിച്ച കേസ് 1-ാം പ്രതിയാക്കി. യാതൊരു കാര്യവുമില്ല. ഞാൻ അവിടെ മുനിസിപ്പൽ ചെയർമാൻ, അന്ന് കണ്ടാലറിയാവുന്ന 6000 പേരും അതിലെ 1-ാം പ്രതി ഞാനായി. അങ്ങനെ തുടങ്ങിയതാ. അതുകൊണ്ട് എനിക്കിപ്പത് ശീലായി, യാതൊരു കുഴപ്പമില്ല. ബഹുമാന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതിന്റെ മുമ്പ് കുറച്ചു കാലം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പൊതുജീവിതത്തിലും വന്നപ്പോ മഹാനായ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, അവരൊക്കെ കുറച്ചു കാലം രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്താൻ ഭാഗ്യം ഉണ്ടായതുകൊണ്ടാവും ഞാൻ ഈ വക ഏറൊന്നും കൊള്ളാത്ത തരത്തിൽ അങ്ങനെ തന്നെ ഒരു സീസന്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനല്ല പ്രശ്നം, കുഞ്ഞാലിക്കുട്ടിയല്ല പ്രശ്നം. ആരാണെങ്കിലും ശരി, പടയണി നിലനിർത്താൻ വേണ്ടി നോക്കുമ്പോ അവരെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് എറിയാൻ. അതിന്റെ പിന്നിൽ ആൾ കൂടാണ്, അതിന്റെ പിന്നിൽ ചില മാധ്യമങ്ങൾ കൂടാണ്, അതിന്റെ പിന്നിൽ ചില പത്രങ്ങൾ കൂടാണ്, അതിന്റെ പിന്നിൽ ചില ചാനലുകൾ കൂടാണ്, അതിന്റെ പിന്നിൽ ചിലർ കൂടാണ്. അവരെ മനസ്സിൽ ദേഷ്യമാണ്. ഇതെന്തെങ്ങനെ നിൽക്കുന്നത്? ഇന്ത്യയിൽ എവിടെയില്ലല്ലോ ഈ ഒരു സംഘടിത ശക്തി. ഇന്ത്യയിൽ എവിടെയില്ല, ബംഗാളിലില്ല, മറ്റോടത്തില്ല, വേറെയുള്ള സ്ഥലങ്ങളിലൊന്നുമില്ല. ഇതിന്റെ നേട്ടം ഇവർ കൊയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനായ KPCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടൂടെ? ഈ ലീഗ് അവിടെ നിന്നോട്ടെ, അത് നല്ലതാണെന്ന്. ലീഗ് അവിടെ നിന്നോട്ടെ, നല്ലതാണ്. തീവ്രവാദം ഇവിടെ വളരൂല, കമ്മ്യൂണിസ്റ്റ് സ്പർദ്ധ ഉണ്ടാവില്ല, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്തിനാണ് ലീഗിനെ തകർക്കുന്നത്? ഞങ്ങൾ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു. ഈ ആളുകളുടെ മനസ്സ് വേദനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകുന്നത് യാദൃശ്ചികമൊന്നുമല്ല. പ്രായമായ ആളുകൾ മാത്രമല്ല, ചുറുചുറുക്കുള്ള യുവാക്കളാണ് ലക്ഷക്കണക്കിന് കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകി വരുന്നത്. നാളത്തെ തലമുറയാണത്. അവരുടെ വികാരം അച്യുതാനന്ദന് മനസ്സിലാവോ ഈ പ്രായത്തില് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഈ ആളുകളുടെ വികാരം മുഖ്യമന്ത്രിക്ക് മനസ്സിലാവോ എന്നറിഞ്ഞൂടാ. അവർ ഈ സംഘടന നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. വെറുതെ തീവ്രവാദം വരുത്താനല്ല, അതുപോലെ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനല്ല, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനല്ല, വളരാൻ, ജീവിക്കാൻ, അവകാശങ്ങൾക്ക് വേണ്ടി. അതിലാണ് ഈ സംഘടന ഇവർ പടുത്തുയർത്തിയിരിക്കുന്നത്. അതിനെ തൊട്ട് കളിക്കുമ്പോ അതിനെതിരായി പറയുമ്പോഴുള്ള വികാരം കൊണ്ടാണ് മന്ദം നടന്ന് കോഴിക്കോട് നഗരത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയത്. ഇപ്പോഴും ഒഴുകി അതിന്റെ പിന്നിൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഈ മർദ്ദം വരുന്നത്. അത്രയധികം ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കടപ്പുറത്തിന്
ഉൾക്കൊള്ളാൻ മാത്രമുള്ള ശക്തിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത് എന്ന് തെളിയിക്കുന്ന പ്രകടനം. തലമുറകൾ മാറുകയാണ്. ഇന്ന് രമേശ് ചെന്നിത്തല ഇരിക്കുന്ന കസേരയിൽ അന്ന് ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മഹാന്മാരായ നേതാക്കന്മാര് CH-ഉം അതുപോലെയുള്ള നേതാക്കന്മാരും ഒക്കെ ശാബ്ദങ്ങളും ഒക്കെ ഇരുന്ന സ്റ്റേജിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗ് യോഗം ഉണ്ടായി. അതിൽ അവരൊക്കെ സൗഹാർദ്ദ പ്രതിനിധികളായി വന്നിരുന്നു. ആ സൗഹാർദ്ദ പ്രതിയായി വന്നിരുന്ന് ഈ ജനസാഗരത്തെ നോക്കി അന്ന് ശ്രീ കെ കരുണാകരൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കുന്നു, മുസ്ലിം ലീഗിന്റെ യോഗം കണ്ടാൽ അറിയാം എന്നൊന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ പിന്തലമുറ വന്നിരിക്കുന്നു. ആ പിന്തലമുറ സ്റ്റേജിലുമുണ്ട്, ഈ സദസ്സിലുമുണ്ട്. ചെറുപ്പക്കാർ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഈ യുദ്ധം ഞങ്ങൾ ജയിക്കും, യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അവിടെയാണ് പ്രശ്നം. 2 യുദ്ധം നമ്മൾ ജയിച്ചു, പഞ്ചായത്തും പാർലമെന്റും ഉശിരോടെ. നാണം കെട്ട രീതിയിൽ തോറ്റു ഈ ഇടതുപക്ഷം. എന്നിട്ടിപ്പോ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് 2 മാസം പോവാൻ നേരത്ത് ചക്രാത്തിന്റെ ഹാൻഡിൽ കിടക്കുമ്പോ, മലയാളത്തിൽ പറഞ്ഞാല് കാറ്റ് പോവാൻ കിടക്കുമ്പോ ഒരു മാസമുണ്ട് കെയർ ടേക്കർ. ആ 1 മാസമേ ഉള്ളൂ, 2 ഇല്ല, 1.5 മാസം. അതുള്ള ആ കാലാവധിയുള്ള ഗവൺമെന്റാണ് ഞമ്മക്ക് നാണമില്ലേ? തെരഞ്ഞെടുപ്പ് ആവാറായി, പോവാറായി. കെയർ ടേക്കർ മിനിസ്ട്രിയാണ്. കെയർ ടേക്കർ കാവല്, കാത്തോളുക, തൽക്കാലം കാത്തോളുക. ഭരണഘടനാ പ്രതിസന്ധി വരാതിരിക്കാനുള്ള കെയർ ടേക്കർ പവറുള്ള അച്യുതാനന്ദ മന്ത്രിസഭയാണ് എല്ലാരെയും പിടിച്ച് ജയിലിലാക്കും എന്ന് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു നാണക്കേടാണത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് തോറ്റിരിക്കണവരാണ്, നിങ്ങൾക്ക് ജനപിന്തുണയില്ല, നിങ്ങൾ മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്ന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുക, എന്നിട്ടിങ്ങനെ പ്രഖ്യാപിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാരും സർസിപിക്കെതിരായി പടവരുതി വന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ഇപ്പോ സർസിപിയെക്കാളും വലിയ അച്യുതാനന്ദനെ സഖാക്കൾ കാണുകയാണ്. ഞാൻ ജയിലിലേക്കും, ഞാൻ ജയിലിലേക്കും. പണ്ടൊക്കെ പോലെ ഞങ്ങൾ ജയിലിൽ പോകുന്ന പറഞ്ഞത്, ഇപ്പൊ അയക്കണ കൂട്ടറായി മാറി. എന്തൊരു മാറ്റാണിത്? അധികാരത്തിന്റെ മത്ത് ഇങ്ങനെ പിടിക്കലുണ്ടോ? സ്റ്റേറ്റുകാരും ബംഗ്ലാവും ഒക്കെ ഞങ്ങളും കണ്ടതല്ലേ. പോകുമ്പോ ഇങ്ങനെ ബേജാറായാൻ പറ്റുമോ? കെട്ടിപ്പിടിച്ച് കരയുണ്ടോ? പണ്ട് CH പ്രസംഗിച്ചപ്പോ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. പണ്ട് ഏതോ ഒരു തമിഴ്നാട്ടിൽ മദ്യനിരോധനം വന്നു. നാളെ മുതൽ മദ്യമേരി പോവുകയാണെന്ന് തന്നെ കുപ്പി വെട്ടിപ്പിടിച്ച് കരഞ്ഞ കഥ കണ്ടു പറയുന്ന മാതിരി കറേജ് പോവുകയാണ് സ്റ്റേറ്റുകാരെ. ഇങ്ങനെയുണ്ടോ ഒരു ബേജാർ? 5 കൊല്ലം പോകുമ്പോ ഒന്ന് മാറലും പിടിക്കലും ഒക്കെ സാധാരണയല്ലേ? ഒറീസത്തെ മന്ത്രിയായി രാജിവെച്ച ആളാണ് ശ്രീ വീരേന്ദ്ര. ഒറ്റ ദിവസം ഏക് ദിൻ കാ സുൽത്താൻ എന്ന് പറയുന്നത് അല്ല, ഒറീസ അല്ലേ? ഒറ്റ ദിവസം, 2 ദിവസം. ചിലപ്പോ അങ്ങനൊക്കെ വേണ്ടി വരും. ഞങ്ങളൊക്കെ രാജിവെച്ചിട്ടില്ലേ? അധികാരം പോകുമ്പോ ഇങ്ങനെ ബേജാറായാൽ പറ്റും. അതുകൊണ്ട് എല്ലാരും പിടിച്ചു വെക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിലാക്കും. 5 കൊല്ലം നിരന്തരമായി സ്വന്തം സഖാക്കളെ പേടിപ്പിച്ചു. പോവാൻ നേരത്ത് തിരിഞ്ഞിന്ന് കാരണവര് ഞമ്മളെ നേരെ ഞമ്മള് വിട്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ വിട്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാല് 87 വയസ്സായി. മാത്രമല്ല ഈ ഒപ്പം നിൽക്കുന്ന മാർക്സിസ്റ്റ് അവരുടെ ആളുണ്ടല്ലോ, പിണറായിയും കൂട്ടറും ബാക്കിയുള്ളവരൊക്കെ അവരെ നേരെയാണ്, നമ്മളെ നേരെയല്ല. നമ്മളെ പണി എളുപ്പമായി. പ്രതിപക്ഷത്തെക്കാളും വലിയ പ്രതിപക്ഷമായിട്ടാണ് 5 കൊല്ലം പ്രവർത്തിച്ചത്. പിന്നതാ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് നമ്മളെ നേരെ പോവാൻ നേരത്ത്. അപ്പൊ എന്താ? ടിക്കറ്റ് കിട്ടണം മാർക്സിസ്റ്റ് പാർട്ടി. രണ്ടാമത് ടിക്കറ്റ് കിട്ടണം തെരഞ്ഞെടുപ്പിൽ. അതിനൊരു അടവ്. അപ്പോഴല്ലേ ഞങ്ങള് ബഹുമാനായ KPCC പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ എന്താ പറയാ, ജയ്ഹിന്ദ് ചാനലും ബാക്കിയുള്ളതും ഞങ്ങളെ ബുദ്ധിജീവികളും അത്യാവശ്യ ബുദ്ധിജീവികളൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വിശകലനം ചെയ്ത് നോക്കി എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പിറകിൽ. ഇദ്ദേഹം ചില്ലറക്കാരനല്ലല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് സ്വന്തം പാർട്ടിക്കാരെ ഓടക്കുറ്റി പ്രയോഗത്തിലൂടെ തെരുവിൽ പ്രകടനം നടത്തി ടിക്കറ്റ് വാങ്ങിക്കളഞ്ഞു. ഇപ്പോ ഈ മാതിരി ഒരു അടവെടുത്തിട്ട് അവസാന കാലത്ത് ടിക്കറ്റും വാങ്ങി തെരഞ്ഞെടുപ്പിനെ ജയിക്കാം എന്ന പരിപാടിയാണ്
എന്ന് കണ്ടപ്പോ ഞങ്ങളും ഒന്ന് നോക്കി. അപ്പോഴല്ലേ ഇതിന്റെ ഒരു വലുപ്പം കാണുന്നത്. മകനും വെച്ച് നടത്തുന്ന പരിപാടി, കോടതികളിലൊക്കെ അതിനുള്ള ദല്ലാൾമാരും വെച്ച് നടത്തുന്ന പരിപാടി ഞാൻ പറയുന്നതല്ല. ഇന്ന് മനോരമ പത്രത്തില് പാഠം സുധീഷ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊക്കെ വെറുതെ പറയുന്നതല്ല. മകനെ കുറിച്ച് അച്യുതാനന്ദന് പിറകിലെ സാമ്പത്തിക ശക്തികളുമായി കൃത്യമായി ബന്ധപ്പെടുന്നത് മകൻ അരുൺകുമാറാണ്. എന്താണ് ഈ കേൾക്കുന്നത് കേരളം? ഞങ്ങൾ പിന്നെ വിശകലനം ചെയ്ത് നോക്കുമ്പോഴല്ലേ എല്ലാ ഇടപാടിന്റെ പിന്നിലും മകനുണ്ട്. അവിടെയും ഇവിടെയും ഒളിച്ചും പാത്തി കഴിയാണ്. വലിയ വലിയ സാമ്പത്തിക ഇടപാടിന്റെ പിറകിൽ മുഴുവനുണ്ട്. ഞങ്ങളിപ്പോ ബേജാറാകുകയാണ്. ഏതാ ആദ്യം പറയണ്ടേ? തെരഞ്ഞെടുപ്പുണ്ട് വരട്ടെ. അത്രയധികം മാറ്റർ ഞങ്ങളെ കയ്യിലിരിക്കുകയാണ്. വലിയ വലിയ കരാറിന്റെ മുഴുവൻ പിറകില് വലിയ വലിയ കോടികൾ. ഞങ്ങൾ അറിഞ്ഞോ ഇദ്ദേഹം ഇവിടെ ഗോൾഫ് ക്ലബിൽ മെമ്പറാണെന്ന്? ഗോൾഫ് ക്ലബിനെതിരെ പണപൊരുതുന്ന അച്യുതാനന്ദനെയാണ് നമ്മൾ കണ്ടത്. ആ ഗോൾഫ് ക്ലബിൽ അദ്ദേഹത്തിന്റെ മകൻ മെമ്പറാണ് എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. കേരളത്തെ മുഴുവൻ ഫൂളാക്കിയിരിക്കുകയായിരുന്നു. വലിയ സ്വാത്വികൻ, യാതൊരു കറപുറകാത്ത വ്യക്തിത്വം. എന്റെ പിറകെ നടക്കുന്നത് പുരാതന കഥയാണ് എനിക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10-20 കൊല്ലം മുമ്പ് പഴക്കമുള്ള. എന്തിനാ പുരാതനത്തിന് പോകുന്നു? ലേറ്റസ്റ്റ് എടുക്കാൻ നമുക്ക്. മക്കാവ് കഥയും ഗോൾഫ് ക്ലബും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോസ്മോപോളിറ്റൻ ക്ലബും ഒക്കെ. അതിനെപ്പറ്റി പത്രക്കാർ അച്യുതാനന്ദനോട് ചോദിച്ചപ്പോ പറയാണ്, അവിടെ ചില്ലറ കളിയൊക്കെ ഉണ്ട്, അതിന് പോയതാവും നമ്മളെ മോൻ. അവിടെ കളി മാത്രമല്ല, അവിടെ കുടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് കളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്ന ഒരു പണിയല്ലേ. അതൊക്കെ ഇത്തിരി ആവാന്നാ മൂപ്പര് പറയുന്നത്. മാറ്റം കണ്ടോ നിങ്ങൾ? മകനെ കുറിച്ചായപ്പോഴുള്ള മാറ്റം കണ്ടോ? ഇവർക്കാണോ സാത്വിക പദവി കൊടുക്കേണ്ടത്? വന്നിരിക്കുന്ന അഴിമതി ഏതാണ്? യൂണിവേഴ്സിറ്റികളിൽ യാതൊരു അർഹതയില്ലാതെ കയറിക്കൂടി ജീവിതകാലം മുഴുവൻ കൃത്രിമം കാണിച്ച് പ്രൊമോഷൻ നേടി, ഡോക്ടറേറ്റ് നേടി, ഉദ്യോഗം നേടി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലോകത്ത് എവിടെയെങ്കിലും പോയാൽ അയാളെ സസ്പെൻഡ് ചെയ്യും, പെർമിഷൻ ഇല്ലാതെ പോയാല്. ഇത് പെർമിഷൻ ഇല്ലാതെ പോവുക തന്നെയാണ്. പോയി മക്കാവില കിടക്കണേ. മക്കാവ് ദ്വീപില് മക്കാവൊന്നും മനുഷ്യൻ വെറുതെ പോകാറില്ല. അത് വേറെ ആവശ്യത്തിന് പോകണതാണ്. ആ മക്കാവില് അതിന് ന്യായീകരിച്ചു. കേരള ജനത മനസ്സിലാക്കണം. കാരണം എന്താ? ഇവരുടെയൊക്കെ ഒരു തനിനിറം. നമ്മളിവിടെ പാവം ഒരു പാർട്ടി പടുത്തുയർത്തി അതിനെ നിലനിർത്താൻ വേണ്ടി വിഷമിച്ച് പിന്നോക്കക്കാർക്ക്, ന്യൂനപക്ഷത്തിന് അവരുടെ അവകാശം ചോദിച്ചു നടക്കുന്നു. നമ്മളെപ്പറ്റി റിസർച്ച് ചെയ്യാൻ ഒരു സമയത്ത് ആലപ്പുഴപ്പോ ഇവിടെ ISS ഉണ്ടാക്കിയ സമയത്ത് ISS കേരളത്തിൽ ജന്മെടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞത് നല്ലതല്ല. ISS അതിന് RSSന് പകരം ISS ഇത് നല്ലതല്ല എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് നമ്മൾ എതിർക്കാൻ ഒരുപാട് കൂട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് നിയമസഭയിൽ പറഞ്ഞ ഒറ്റ കാരണത്താലെ ആലപ്പുഴ നബിദിന യോഗത്തിൽ വെച്ച് കല്ലെറിഞ്ഞിട്ട് എന്തോ ഒരു ഏറാണ് എന്നെ എറിഞ്ഞതെന്നറിയോ? ഞാനതാ പറയുന്നത്. എന്നും മുസ്ലിം ലീഗിനെ കല്ലെറിയ, അന്ന് എറിഞ്ഞ് ഇപ്പൊ എന്തായി അതിന്റെ കഥ? ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് വന്നില്ലേ? 25 കൊല്ലത്തെ ചരിത്രം എടുക്ക്. മുസ്ലിം ലീഗ് എന്ത് തെറ്റായത് ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് ഈ രാജ്യത്തെ രാഷ്ട്രീയം തെളിയിച്ചില്ലേ? അച്യുതാനന്ദൻ പോവാൻ നേരത്ത് വന്നിട്ട് പഴയ ഇതിന്റെ അടുത്ത് ഒരുത്തനെ കിട്ടിയിരിക്കുന്നു കോഴിക്കോടുന്ന്, ഒരു ചങ്ങായിനെ. അദ്ദേഹത്തിന് കിട്ടി ക്യാമറയും കൊണ്ട് നടക്കുക, രഹസ്യ ക്യാമറയും കൊണ്ട് നടന്നിട്ട് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുക, വാന നിരീക്ഷണം നടത്തണമാതിരി. എന്നിട്ട് അതും കൊണ്ട് നടന്നിട്ട് അതെടുത്തിട്ട് അത് പ്രയോഗിക്കാൻ നോക്കി. ഇതെന്ത് വഞ്ചനയാണ്? ഇതാണോ രാഷ്ട്രീയം? ഇതാണോ യുദ്ധം? ഇതാണോ ജനപിന്തുണ? ജനങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയണം. 2 റുപ്യന്റെ അരി പോവാൻ നേരത്തല്ല കൊടുക്കല്. 2 റുപ്യന്റെ അരി പ്രഖ്യാപനം പോവാൻ നേരത്തല്ല. തോമസ് ഐസക്കിന് ധൈര്യം കയറിയപ്പോ കൊടുക്കേണ്ടതായിരുന്നു 2 റുപ്യന്റെ അരി. ഞാൻ പറയുന്നു, ഞങ്ങൾ ഇതുണ്ടല്ലോ അച്യുതാനന്ദൻ മുടക്കിയ ജിമ്മ്, ആ ജിമ്മ് ഞങ്ങൾ അപ്പം തുടങ്ങും, യാതൊരു സംശയം വേണ്ട. സ്മാർട്ട് സിറ്റികൾ പലത് വരും. അതേപോലെ ഞങ്ങൾ തുടങ്ങി വെച്ച ജിമ്മിലെ നിരവധി പദ്ധതികളുണ്ടല്ലോ.
ആ പദ്ധതികൾ മുഴുവൻ കൊണ്ടും ഈ ചെറുപ്പക്കാർക്ക് പണി കൊടുക്കാനുള്ള പരിപാടി ഞങ്ങൾ നോക്കും. നിങ്ങളെമാരി ആളുകളെ പിടിച്ച് ജയിലിലടച്ച് അതിന്റെ ഉസുറും കാണിച്ച് നാടകം കാണിച്ച് മകനെ ഉപയോഗിച്ച് അഴിമതി നടത്തി കാസുണ്ടാക്കി നടക്കുന്ന പണിയായിരിക്കൂല UDF ഇവിടെ ചെയ്യാം. എന്നിട്ട് അത് വെച്ച് അണികളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും എന്നാ വിചാരിച്ചത്? കേരളത്തിൽ ജീവിക്കുന്നത് മുഴുവൻ മണ്ടന്മാരാന്ന് കരുതിയോ? ജീവിക്കുന്നത് മുഴുവൻ മണ്ടന്മാർ. അവസാനം എന്തായി? ഇപ്പോ ഇന്നൊരു പത്രത്തിൽ ഒരു കാർട്ടൂൺ ഉണ്ട്. ഏത് പത്രം എനിക്ക് ഓർമ്മയില്ല. രാവിലെ ഞാൻ കുറെ ചിരിച്ചു അത് കണ്ടിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്യുതാനന്ദൻ അപ്പാടെടുത്ത് വെച്ചിട്ട് പിണറായിന്റെയും കൊടിയേന്റെയും കൂടി തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് കാരാട്ടും അതേപോലെ തന്നെ യെച്ചൂരി എല്ലാം കൂടി ഇവരിങ്ങനെ മുക്കടി കഷായം കുടിച്ച മാതിരി വരെ മുഖം അച്യുതാനന്ദനെയും താങ്ങി ഇങ്ങോട്ട് തന്നെ മടങ്ങുകയാണ്. അതിന്റെ ചോട്ടിൽ എഴുതിയിട്ടുണ്ട് അച്യുതാനന്ദൻ മോസ്റ്റ് എക്സ്പ്ലോസീവ് സാധനം. മോസ്റ്റ് എക്സ്പ്ലോസീവ് സാധനം പിണറായിന്റെയും അതുപോലെ തന്നെ കൊടിയേന്റെയും തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഒതുക്കെടുപ്പോ ഇനി നാളെ അതിനെപ്പറ്റി തീരുമാനമാവുള്ളൂ. എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ കഴിയൂല. അതാണിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദന് എന്താ പറയാ, അച്യുതാനന്ദൻ ഇവിടെ പിന്നെ ലീഡർഷിപ്പ് കൊടുക്കൂലേ എന്നുള്ളത് ഇപ്പൊ അവരെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. മലപ്പുറത്തൊരു പറച്ചിലുണ്ട്, മൊല്ലാക്കാന ഒടിയന്മാർ ഏറ്റിയമാരി എന്ന് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല അത്. കാരണം മന്ത്രവാദം അറിയുന്ന ഒരാള് ചില്ലറ കൈവേലൊക്കെ ഉള്ള ഒരു മുസ്ലിയാരെ തലയിൽ ചുമന്നിട്ട് അവസാനം തലയിൽ നിന്ന് പോകാൻ കഴിയാത്ത ഒരു കഥയാണ് എന്ന് പറഞ്ഞതുപോലെ അച്യുതാനന്ദനെ തലയിലേറ്റി അവർ പോന്നിരിക്കുകയാണ്. ഇപ്പൊ എങ്ങോട്ടാടുന്നത് അറിഞ്ഞൂടാ. ഞങ്ങളെ അടിക്കാൻ കൊടുന്ന പടി നിങ്ങളെ തലയിലാണിപ്പോ. നിങ്ങൾ കാത്തോളി. അച്യുതാനന്ദനെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ UDF തോൽക്കുമെന്ന് വിചാരിച്ചോ? എന്നാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോൽക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽക്കണ്ടേ? അന്നും അച്യുതാനന്ദൻ തന്നെയല്ലായിരുന്നോ? തെരഞ്ഞെടുപ്പിന് 1.5 മാസമുണ്ട്. ഞങ്ങളെടുത്തുള്ള ആരോപണങ്ങൾ കെട്ടിത്രണ്ട്. അതൊക്കെ ഞങ്ങൾ ഭാണ്ഡമഴിക്കും. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആരോപണങ്ങൾ 5 കൊല്ലം പറയാത്തൊക്കെ 5 ദിവസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു. ഇനി എത്ര പറയാനുണ്ട്? നിങ്ങളുടെ പെർഫോമൻസ് എന്താ ഈ കേരളത്തില് ഞാൻ ചോദിക്കട്ടെ, LDFന്റെ ഭരണ നേട്ടം എന്താ പറയാനുള്ളത്? UDF ഭരിച്ചപ്പോഴത് ഞങ്ങൾ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യ്, 1/4 മണിക്കൂർ എത്തുമ്പോ ടെക്നോ പാർക്ക് കാണാം, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. എറണാകുളത്ത് വന്ന ഇൻഫോ പാർക്ക് കാണാൻ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. സ്മാർട്ട് സിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനം പറ. ഈ 5 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനം പറ. ഒരു വസ്തുവില്ല. കേരളത്തിലെ റോഡ് മുഴുവൻ ഞങ്ങൾ റബ്ബറൈസ് ചെയ്തു വെച്ചതാ. UDFന്റെ ഭരണകാലത്ത് ചെയ്തു വെച്ചതാണ്. ഞങ്ങളെന്ന് പറഞ്ഞത് കാസർഗോട്ട് നിന്ന് ഒരു കോഴിമുട്ട വെത്തിയാ തിരുവനന്തപുരത്ത് എന്ന് നിൽക്കുന്ന നിങ്ങളെ തന്നെ ഉരുട്ടിയാലും പോകില്ല. ഇപ്പൊ കുഴിയിലേ നിൽക്കുള്ളൂ. ഇപ്പൊ അവസാന കാലത്തൊന്ന് കുഴിയൊക്കെ എന്താ പറയാ, കുഴിയൊക്കെ ഒന്ന് പാച്ച് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിന്റെ എണ്ണ എടുക്കണത് പടിയായിരുന്നു ധനകാര്യമന്ത്രിക്ക്. ഒരു ഭരണനേട്ടമില്ല. തമ്മിലടിച്ച് 5 കൊല്ലം കളഞ്ഞ് പോവാൻ നേരത്ത് ഒരു മിമിക്സും കാണിച്ച് ആളുകളൊക്കെ പേടിപ്പിച്ച് അങ്ങനെ അതും വെച്ച് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് പറഞ്ഞത് ഇപ്പൊ തിരിച്ചടിച്ചു. അതാണ് ഈ കടപ്പുറത്ത് കാണുന്നത്. ഞങ്ങളിളകി, മുസ്ലിം ലീഗ് ഇളകി. ഞങ്ങൾ ഇളകിയാ പിന്നെ പിടിച്ചാൽ കിട്ടൂല. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. തോൽപ്പിച്ചിട്ടേ ഞങ്ങൾ നോക്കുള്ളൂ. രാഘവന്റെ അവിടെ ഇരിക്കണു. രാഘവനെ അറിയാലോ. ജയിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ആദ്യം നന്ദി പറഞ്ഞത് ഒന്ന് എന്നെ വിളിച്ചിട്ടാ, നിങ്ങളുടെ പ്രവർത്തകന്മാര് ചില്ലറല്ലോ കുഞ്ഞാലിക്കുട്ടി, കണ്ടുപഠിക്കേണ്ടത്. അതേ വാക്ക് മുല്ലപ്പള്ളി പറഞ്ഞു. അതേ വാക്ക് ശ്രീ സുധാകരൻ പറഞ്ഞു. ഞങ്ങളെ പ്രവർത്തകന്മാരെ ഇളകിക്കഴിഞ്ഞു. KPCC പ്രസിഡന്റ് ഞാനൊരു ഉറപ്പ് തരാൻ, ജയിപ്പിച്ചിട്ടേ ഇഞ്ഞോല് നിൽക്കുള്ളൂ UDFന്റെ തെരഞ്ഞെടുപ്പില്. കോഴിക്കോട് ജില്ലയുടെ LDF കേന്ദ്രങ്ങൾ മുഴുവൻ അട്ടിമറിഞ്ഞില്ലേ? വടകരയും മറ്റുമൊക്കെ അട്ടിമറിഞ്ഞില്ലേ? ശ്രീ ജനതാദളിലൊക്കെ വന്നപ്പോ അട്ടിമറിഞ്ഞില്ലേ? അതിനിയും അട്ടിമറിയും, യാതൊരു സംശയം വേണ്ട. അച്യുതാനന്ദന്റെ പ്രതാപവും അതുപോലെ തന്നെ ഇതും കണ്ടിട്ട് അത് നിങ്ങളെ പാർട്ടിക്കാരെ നിർത്താൻ കൊള്ളാം. അതിന്റെ അപ്പുറം ഇവിടുത്തെ ബഹുജനങ്ങൾക്ക് അതിലൊരു ബഹുമാനവുമില്ല. ഈ രാജ്യത്തിന്റെ വികസനം തകർത്തവര്, ഈ രാജ്യത്തിന്റെ എല്ലാത്തിനും മുടക്കം നിൽക്കുന്ന ആളുകള് അവസാനപ്പം അതിന്റെ ഉള്ളുകളിയും പുറത്തു വന്നു. എല്ലാ അഴിമതി. ഞാൻ പറഞ്ഞല്ലോ, ഈ സുധീഷ് നമ്മുടെ പാഠം അതിന് സുധീഷ് അദ്ദേഹം MN വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോ മരിച്ചു വീണപ്പോ അതിന്റെ അടുത്തിരുന്ന ആളാണ്, ഇല്ലേ സമദാനി? പാഠം സുധീഷ്. ആ സുധീഷാ പറയുന്നത് അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് ചിലപ്പോ ടാറ്റയോ
അംബാനിയോ ഒക്കെ ആയിരിക്കും. കാരണം എന്താ, അതിന്റെ ഏജന്റ് അദ്ദേഹത്തിന്റെ പുറത്തു വരാൻ പോണേ ഉള്ളൂ. നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ഒരു പാർട്ടിയുടെ അതും പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്ന അതിന്റെ ഒരു എളിയ പ്രതിനിധിയായ എന്നെ വിളിച്ചു വലിയ ശത്രുപക്ഷത്ത് നിർത്തി ഇതാ കിട്ടിപ്പോയി എന്നും പറഞ്ഞ് കാണിച്ച് തെരഞ്ഞെടുപ്പിക്ക എന്നാ വിചാരിക്കുന്നത്. എന്നാ വലിയ ടാറ്റമാരും അംബാനിമാരും ഒക്കെ ആയി ഇടനാഴികൾ കൂടിയാലോചന ഇവരെ രക്ഷപ്പെട്ടു പോവുകയാണ്. വലിയ പാർട്ടിയുടെ മറവിൽ അത് ഈ വരുന്ന ആളുകളിൽ പുറത്തു വരണം. ജനാധിപത്യ കേരളം ഉണർന്നുകൊണ്ട് നല്ലൊരു ഭരണത്തിന് വേണ്ടി 2 റുപ്യന്റെ അരിയിൽ പോകുമ്പോ പ്രഖ്യാപിക്കാനല്ല, ഞങ്ങൾ കൊടുക്കും. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഭരിക്കാൻ കഴിയുന്ന ഒരു മുന്നണി കേരളത്തിൽ വരും. ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് മറ്റു നേതാക്കന്മാർ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഇന്ത്യൻ പാർലമെന്റ് ആമോദത്താൽ നമുക്കൊന്നായി ചൊല്ലിടാം ഈ KMCC നെറ്റ് സോൺ സിന്ദാബാദ്. അറിവിന്റെ നറുമലർ വിരിയിക്കും, നമ്മൾ വിജയത്തിൻ വഴിത്തര തെളിയിക്കും. ആമോദത്താൽ നമുക്കൊന്നായി ചൊല്ലിടാം ഈ KMCC നെറ്റ് സോൺ സിന്ദാബാദ്. ഒരു ജനഹൃദയത്തിൽ
പച്ചപ്പടയുടെ പടഹ ധ്വനി മുഴക്കി ആരെയും വെല്ലുന്ന മികവാണ് നമ്മിൽ ഉയരുന്ന ആവേശ കടലാണ്